നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. 76ാം റിപ്പബ്ലിക് ദിനം ആഘോഷമാക്കി രാജ്യം. സൈനിക കരുത്തിൻ്റെയും സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെയും പ്രൗഢി വിളിച്ചോതുന്നതായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചതോടെ 76ാം റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായി. 10:30 രാഷ്ട്രപതി ദ്രൗപദി മുർമു ദില്ലിയിലെ കർത്തവ്യപഥിൽ എത്തി. ദേശീയ പതാക ഉയർത്തിയതിനു പിന്നാലെ 21 ഗൺ സല്യൂട്ട് ചടങ്ങ് നടന്നു. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാത്തോ മുഖ്യാതിഥിയായ ചടങ്ങിൽ കര, വ്യോമ, നാവിക സേനകളുടെയും വിവിധ സായുധ സേനകളുടെയും പ്രകടനത്തിനൊപ്പം സംസ്ഥാനങ്ങളുടെ അടക്കം 31 നിശ്ചല ദൃശ്യങ്ങളും പരേഡിൽ അണിനിരന്നു. സംസ്ഥാനത്തെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും പുകഴ്ത്തി ഗവർണർ രാജേന്ദ്ര അർലേക്കർ. മുഖ്യമന്ത്രിക്ക് കേരളത്തെപ്പറ്റി കൃത്യമായ ദീർഘവീക്ഷണമുണ്ടെന്നും വികസിത കേരളമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നും പറഞ്ഞ ഗവർണർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത ഭാരതം വികസിത കേരളമില്ലാതെ സാക്ഷാത്കരിക്കാനാവില്ലെന്നും അഭിപ്രായപ്പെട്ടു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ റിപ്പബ്ലിക് ദിന പരേഡിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട്ടിലെ പഞ്ചാരക്കൊല്ലി മേഖലയിൽ ഭീതി പരത്തുന്ന നരഭോജി കടുവയെ പിടികൂടുന്നതിന് മുമ്പ് ചത്ത നിലയിൽ കണ്ടെത്തി. മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ സ്ത്രീയെ കടിച്ചുകൊന്ന കടുവയെ ഒടുവിൽ നരഭോജി കടുവയ്ക്കായി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. നിർണായക ഉത്തരവ് പുറത്തിറങ്ങിയതോടെ കടുവയെ വെടിവെച്ചു കൊല്ലാനാകുമെന്ന് വനം വകുപ്പ് മന്ത്രി MK ശശീധരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. കടുവയെ നരഭോജിയായി പ്രഖ്യാപിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ തീരുമാനമാണിത്. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് നിർണായക തീരുമാനമുണ്ടായത്. വയനാട് പഞ്ചാരക്കൊല്ലിയിലെ കടുവയെ നരഭോജി കടുവയായി പ്രഖ്യാപിച്ച് ഉത്തരവിറങ്ങിയത് മുഖ്യമന്ത്രിയുടെ ഇടപെടലിലൂടെ. അടിയന്തര സഹായമുണ്ടാകണമെന്നും മുഖ്യമന്ത്രി കടുത്ത നിലപാടെടുത്തു. വനനിയമം പറഞ്ഞ് കടിച്ചു തൂങ്ങരുതെന്നും ജനങ്ങളുടെ ജീവന് ആപത്തുണ്ടാകരുതെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശം. ഇതിനിടെയാണ് കടുവയെ ചത്ത നിലയിൽ ഇന്ന് രാവിലെ കണ്ടെത്തിയത്. വയനാട് കടുവാഭീതിയിൽ കഴിയുന്നതിനിടെ കോഴിക്കോട് നടന്ന ഫാഷൻ ഷോയിൽ പാട്ടുപാടിയ സംഭവത്തിൽ വിശദീകരണവുമായി മന്ത്രി AK ശശീധരൻ. വിമർശനമുയർന്നപ്പോൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നുവെന്ന് തോന്നിയെന്നും ഇനി അക്കാര്യങ്ങളിൽ ശ്രദ്ധിക്കുമെന്നുമെന്നാണ് മന്ത്രി ശശീധരൻ്റെ പ്രതികരണം. അതേസമയം സ്വകാര്യ പരിപാടിയിൽ പാട്ടുപാടിയ മന്ത്രി AK ശശീധരൻ്റെ പ്രവൃത്തി റോമാ സാമ്രാജ്യം കത്തിയപ്പോൾ ചക്രവർത്തി വീണ വായിച്ചതുപോലെയാണെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ വിമർശിച്ചു. കേരളത്തോട് വനം മന്ത്രി മാപ്പ് പറയണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ മകന് താൽക്കാലിക ജോലിക്കായുള്ള നിയമന ഉത്തരവ് കൈമാറി വനം മന്ത്രി MK ശശീധരൻ.